റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. അത് ഫസ്റ്റ് വൺ, ഈവൺ നമ്പേഴ്സ് എന്താ എല്ലാവർക്കും അറിയാം. ഈവൺ നമ്പേഴ്സ് എന്താണ്? ദ നമ്പേഴ്സ് എൻഡ് വിത്ത് 0, 2, 4, 6, 8 എക്സെട്ര. ഇത്രയും നമ്പർ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈവൺ നമ്പേഴ്സ് എല്ലാതും ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും അല്ലേ. ഇനി നെക്സ്റ്റ് വൺ, ഓഡ് നമ്പേഴ്സ്. എന്താണ് ഓഡ് നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് 1, 3, 5, 7, 9, 11 ഇങ്ങനെ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുക. ഇത് നമ്പർ 2ൽ ഡിവിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് പ്രൈം നമ്പേഴ്സ്. വാട്ട് ഈസ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് 1 ആൻഡ് ആ നമ്പർ ഇറ്റ്സെൽഫ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾക്ക് 2, 3, 5, 7 ഇങ്ങനെയുള്ള നമ്പേഴ്സൊന്നും വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും കാണാൻ പറ്റില്ല. പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സായിട്ട് ആ നമ്പറും അതേപോലെ 1ഉം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ 2 നമുക്ക് വേറെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2നെ കാണാൻ പറ്റില്ല. 2യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മാത്രമേ 2നെ കാണാൻ പറ്റുള്ളൂ. അതേപോലെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. 2, 3, 5, 7, 11 എക്സെട്ര 13 ഒക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി എക്സസൈസ് 1.1, എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. താഴെ തന്നിട്ടുള്ള 1, 2, 3, 4, 5 ഈ നമ്പേഴ്സിനെ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം ത്രൂ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? 140. നമ്പർ 140 നമുക്ക് ചെയ്ത് നോക്കാം. നമ്പർ 140 ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ 140 എന്ത് നമ്പറാണ്? ഈവൺ നമ്പറാണ്. ബിക്കോസ് ദ നമ്പർ എൻഡ്സ് വിത്ത് 0. എല്ലാ ഈവൺ നമ്പേഴ്സും നമ്മൾ 2 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 എന്ന പ്രൈം നമ്പറിനെ കൊണ്ടാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. 2ൽ 14ൽ എത്ര തവണ പോകും? 2. 7 2s are 14. 0 താഴേക്ക് ഇറക്കിയിട്ട് അഗെയിൻ എൻഡ് ചെയ്യുന്നത് 0 ആണ്. 0 എൻഡ് ചെയ്യുന്നത് എന്താണ്? ഈവൺ നമ്പേഴ്സാണ്. സോ നമ്മൾ വീണ്ടും ഇതിനെ 2 എടുക്കും. 2ൽ 3 2s are 6. ഓക്കെ, 6ൽ 7ൽ 6 പോയിട്ടുണ്ടെങ്കിൽ 1 and 0 makes 10. 10ൽ 2 എത്ര തവണ പോകും? 5 times. സോ 35 ആണല്ലേ. 35 5 എൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസിലി നമുക്ക് എന്താക്കാൻ പറ്റും? 5നെ കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര ടൈംസ് ആണ് പോകുന്നത്? 7 times. ഓക്കെ, സോ 7ൽ 7 മാത്രമേ പോവുള്ളൂ ബിക്കോസ് 7 ഒരു പ്രൈം നമ്പറാണ്. സോ ദ പ്രൊഡക്റ്റ് ഓഫ് 140 ഈക്വൽസ് 2 into 2 into 5 into 7. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ഒന്നുകൂടെ? 2 എത്ര ടൈംസ് വരുന്നുണ്ട്? 2 times. സോ 2 raised to the power of 2 into 5 into 7. ഇതാണ് ഈ 140 എന്ന നമ്പറിൻ്റെ പ്രോഡക്റ്റായിട്ട് വരുന്നത് ത്രൂ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് നമ്പർ എന്താണ്? 156 അല്ലേ. 156നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 156 എൻഡ് ചെയ്യുന്നത് 6ലാണ്. 6 എൻഡ് ചെയ്യുന്നത് എന്ത് നമ്പറാണ്? ഈവൺ നമ്പറാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് 2. 15ൽ എത്ര വട്ടം 2 പോവും? 14 വരെ പോവും. 7 2s are 14. ബാക്കി എത്രയുണ്ട്? 1 and 6 makes 16. 16 ഏത് 2ൻ്റെ ടേബിളിൽ എത്ര വട്ടം പോവും? 16. 8 2s are 16. സോ ഇവിടെ 78. അഗെയിൻ 78 എന്ത് നമ്പറാണ്? ഈവൺ നമ്പറാണ് അല്ലേ. 8 ആണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈവൺ നമ്പറാണ്. സോ നമ്മൾ 2 കൊണ്ട് തന്നെ ഇവിടെ ചെയ്യും. 3 2s are 6. 7ൽ 6 പോയിട്ടുണ്ടെങ്കിൽ 1 and 8 makes 18. 18 എത്ര തവണ പോകും 2യുടെ ടേബിളിൽ? 9. സോ 9 2s are 18. ഇനി ഈ 9 എൻഡ് ചെയ്യുന്നത് എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ് അല്ലേ. ഓഡ് നമ്പർ എന്തിൽ പോവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്പർ 2ൽ ഡിവിസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് ഓഡ് നമ്പറാണ്.
നമ്പർ 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡ് നമ്പർ എടുക്കുമ്പോൾ ഫസ്റ്റ് ഓഡ് നമ്പർ വരുന്നത് നമുക്ക് എന്താണ് 1 കഴിഞ്ഞാൽ 3 ആണ്. 3യിൽ ഏതൊരു നമ്പറും ഡിവിസിബിൾ ആണോ അല്ലേന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ്, ഒരു ട്രിക്ക് ഉണ്ട് നോക്കാൻ. ഈ തന്നേക്കുന്ന നമ്പറിൻ്റെ സമ്മ് കാണുക, അത് നമ്പേഴ്സ് ആഡ് ചെയ്യുക. നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് 3 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 + 9 വരുന്നത് 12 ആണ്. 12 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് 39 ഈസ് ഡിവിസിബിൾ ബൈ 3. ഓക്കെ, സോ 1 × 3 3. 3യിൽ എത്ര വട്ടം പോവും? 3 3s are 9. ഇനി 13 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ പ്രൈം നമ്പറാണ്, അത് വേറൊരു ടേബിളിലും വരില്ല. അപ്പോൾ 13നെ കൊണ്ട് മാത്രമേ ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് പ്രൊഡക്ട്സ്. 156 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? സോ 156 ഈക്വൽസ് 2 × 2 × 3 × 13. നമുക്കൊന്നുകൂടെ എങ്ങനെ എഴുതാം? 2 ⁻² × 3 × 13. ഓക്കെ, നെക്സ്റ്റ് വൺ. Three 8 2 5. Okay, നെക്സ്റ്റ് വൺ 3825. 3825 ഒരു ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, 5 കൊണ്ട് എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും 5ൽ ഡിവിസിബിൾ ആണ്. പക്ഷേ നമ്മൾ 3 കൊണ്ട് ആദ്യം നോക്കിയിട്ട് 3യിൽ പോകുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ 5 ആയിട്ട് എടുക്കാം. 5ൽ ഡയറക്റ്റ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ 3 കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. ഓക്കെ, അപ്പോൾ 3യിൽ പോകുന്നുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ നോക്കുക? നമ്മൾ 3 + 8 എത്രയാണ്? 11. 11 + 2 11 + 2 13. 13 + 5 18. 18 ഒരു ഫാക്ടർ ആണല്ലേ. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 18 വരുന്നതുകൊണ്ട് നമുക്ക് പറയാം 3യിൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ 1 × 3 3. 8ൻ്റെ നിയർ എന്താണ്? 2 3s are 6. ബാക്കി 2 ഉണ്ട്, 22. 2 + 2 22. 22ൽ 7 3s are 21. അപ്പോൾ ബാക്കി 1 ഉണ്ട് ഇവിടെ. 1 and 5 makes 15. 5 × 7 5 × 3 15. ഓക്കെ, ഇതും എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. 5ൽ ഡിവിസിബിൾ ആണ്, അത് ഷുവറാണ്. പക്ഷെ എന്നാലും നമ്മൾ 3യിൽ പോകുന്നുണ്ടോ നോക്കാം. 1 + 2 3. 3 + 7 10. 10 + 5 15. 15 ഈസ് ഓൾസോ എന്താണ്? ഫാക്ടർ ഓഫ് 3. അപ്പോൾ നമുക്ക് പറയാം 3യുടെ ഡിവിസിബിൾ ആണ് ഈ നമ്പർ. അപ്പോൾ 4 3s are 12. 7 നിയർ ടു 7 എന്താണ്? 2 3s are 6. ബാക്കി ഒന്നുണ്ട്, 1ഉം 5ഉം കൂടെ 15. 15ൽ 5 3s are 15. ഇനി ഇതും എൻഡ് ചെയ്യുന്നത് 5ലാണ്. അപ്പോൾ നമുക്ക് ആദ്യം 3യിൽ പോകുന്നുണ്ടോ നോക്കാം. 4 + 2 6. 6 + 5 11. പോവില്ല. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ 5. ഡയറക്റ്റ് 5 എടുക്കാം 3യിൽ പോകുന്നില്ലെങ്കിൽ. അപ്പോൾ 5ൽ എന്തായാലും പോകും, ബിക്കോസ് ഇത് എൻഡ്സ് വിത്ത് 5. 42. 42ൽ 8 ആണ് നിയർ ടു 42. 8 5s are 40. ബാക്കി 2 ഉണ്ട്. 2 and 5 makes 25. 25ൽ 5 times. ഓക്കെ, ഇതും എന്താണ്? 8 + 5 13 ആണ്. സോ എന്തിൽ പോവില്ല? 3യിൽ പോവില്ല, 5ൽ തന്നെ നോക്കാം. ഇവിടെ നിയർ ടു 8ൽ നിയർ ടു 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 1 time. ഓക്കെ, 1 time. 1 × 5 5. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 3 അല്ലേ. 3 and 5 എന്തോ ഒരു 3 and 5 എന്ന് പറയുമ്പോൾ 7 3s are 35. ഓക്കെ, പിന്നെ 17 എന്ത് നമ്പറാണ്? 17 നമ്മൾ പ്രൈം നമ്പറിൽ പെടുന്ന ഒരു നമ്പറാണ് 17. ബിക്കോസ് 17 എന്ന് പറയുന്ന നമ്പർ നമുക്ക് വേറൊരു ടേബിളിലും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ 17 എന്തായി പറയാൻ പറ്റും? 17 ഈസ് എ പ്രൈം നമ്പർ. 17ൽ മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ 1 time. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടിയത്. സോ 3825 ഈക്വൽസ് എന്തായിരുന്നു പ്രൊഡക്ട്സ്? 3 × 3 × 5 × 5 × 17. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 3
എത്ര വട്ടമുണ്ട്? 3 raised to the power of 2 into 5 raised to the power of 2 into 17 is the product of 3825. ഇനി നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു 3നെ കൊണ്ട് ചെയ്യാൻ. ഇനി ഇൻ കേസ് ഇപ്പോൾ 5നെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്താലും ഇതേ പ്രൊഡക്ട്സ് തന്നെ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. 5നെ കൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾ എവിടെ വന്നിട്ട് സ്റ്റക്കാവും? 3 ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ അവിടെ വന്ന് സ്റ്റാർട്ടാവും. പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടുള്ളൂ? ഇങ്ങനെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. പക്ഷേ ബെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ പ്രൈം നമ്പറിനായിരിക്കും നല്ലത്. ഓക്കെ, അതാണ് 3നെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ 5നെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് സെയിം കിട്ടും. നെക്സ്റ്റ് വൺ 5005. 5005 എൻഡ് ചെയ്യുന്നത് ഇതിലാണ്, 5ലാണ്. നമുക്കറിയാം ഇത് ഓഡ് നമ്പറാണ്. 3ൽ പോകുന്നുണ്ടോ നോക്കാം. 5 + 5 10 ആണ്. അപ്പോൾ 3ൽ പോവില്ല. അപ്പോൾ നമുക്ക് എന്താക്കാം? ഡയറക്റ്റ് 5ലെടുക്കാം. 1 × 5 5, 0 0, 1 × 1 5. അഗെയിൻ എൻഡ് ചെയ്യുന്നത് 1ലാണ്. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്താണ്? 3ൽ പോകുന്നുണ്ട് നോക്കാം. 1 + 1 2 ആണ്. അപ്പോൾ 3ൽ പോവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഓഡ് നമ്പർ നോക്കാം. 7ൽ 1 ടൈം 7ൽ നോക്കാം. 1 ടൈം 10ൽ 1 ടൈം, ബാക്കി 3 ഉണ്ട്. 3 and 0 makes 30. 30യുടെ നിയർ ടു വരുന്നത് 4 7s 28. ബാക്കി 2 ഉണ്ട്. 21. 2 and 1 21ൽ 3 7s 21. 1 4 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 3ൽ പോവില്ല. 1 + 4 5 + 3 8 ആണ്. 3ൽ പോവില്ല. ഇത് 11ൽ പോകുന്ന നമ്പറാണ്. 7ലും പോവില്ല. ഓക്കെ, അപ്പോൾ 11ൽ പോകുന്ന നമ്പറാണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം? 14ൽ 11 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 3 ആണ്. 3 and 3 makes 33. അപ്പോൾ 11ലേ പോവുള്ളൂ. ഇത് 11ൽ 1 × 11 11. 14ൽ 11 പോയാൽ ബാക്കി 3. 3 and 3 makes 33. 33ൽ 3 times 11. ഇനി 13 ആണ്. 13 എന്ത് നമ്പറാണ്? പ്രൈം നമ്പറാണ്. 13ൽ 13 മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ. സോ നമ്മളിവിടെ എഴുതും 13 1 time. Okay, so the product of 5005 which is equal to 5 × 7 × 11 × 13. Okay, next one 7429. ഒരു ഓഡ് നമ്പറാണ് അല്ലേ? നമുക്ക് ഓഡ് നമ്പർ ആകുമ്പോൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ? നമ്മൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. 3ൽ പോകുന്നുണ്ടോ നോക്കാം. 7 + 4 11, 11 + 2 13, 13 + 9 22 ആണ്. അപ്പോൾ അത് എന്തിൽ പോവില്ല? 3ൽ പോവില്ല. നെക്സ്റ്റ് നമ്മളപ്പോൾ 7ൽ നോക്കാം. 7ൽ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ സ്റ്റക്കാവുന്ന നമ്പേഴ്സ്, ഇങ്ങനെ നമുക്ക് കിട്ടാത്ത നമ്പേഴ്സ് മോസ്റ്റ്ലി വരുന്നത് പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഡിവിസിബിൾ ബൈ പ്രൈം നമ്പേഴ്സിലായിരിക്കും ഇത് പോവുക. അപ്പോൾ കൂടുതൽ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പ്രൈം നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 3ൽ എന്തായാലും പോവില്ല എന്ന് ഉറപ്പായി. നമ്മൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയില്ല. നെക്സ്റ്റ് നമുക്ക് എന്താക്കാം? 7ലൊന്ന് ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കാം. 7 1 ടൈം എന്താണ്? 7 - 7 0 4. 4ൽ പോവില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 0 to 2 താഴെ ഇറക്കിയിട്ടു. 42ൽ 6 6 times 6 7s 42. ഓക്കെ, 0. ബാക്കി എന്താ ഉള്ളത്? 9 ഉണ്ട്. 9 ഇങ്ങോട്ട് താഴെ ഇറക്കിയിട്ടു. അപ്പോൾ നമുക്ക് 9ൽ 1 ടൈമാണ് പോകുന്നത്. 1 × 7 7 9 - 2 റിമൈൻഡർ കിട്ടി. അപ്പോൾ എന്തായാലും ഇതിൽ പോവില്ല എന്ന് ഉറപ്പായി. ഇനി നെക്സ്റ്റ് എന്താണ്? നമുക്ക് 9ൽ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രൈം നമ്പേഴ്സിൽ തന്നെ നോക്കാം. നെക്സ്റ്റ് നമുക്ക് 11ൽ നോക്കാം. 7 4 2 9. ഓക്കെ, 11ൽ നോക്കുമ്പോൾ
66 അല്ലേ, 66ലാണ് പോകുന്നത്. 6 ടൈംസ് 6 ഇൻറ്റു 11 66. 74ൽ നിന്ന് 66 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 8ൽ നമ്മൾ 2 ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ടുണ്ടെങ്കിൽ 82ൽ നിയറസ്റ്റ് 7 ടൈംസ് 77. 82 മൈനസ് 77 വിച്ച് ഈസ് ഈക്വൽ ടു 5. ആൻഡ് ഈ 9 നമ്മൾ ഇറക്കിയിട്ടു. 59ൽ നിയർ ടു 11 പോകുന്നത് 55. സോ നമുക്കിവിടെ റിമൈൻഡറാണ് കിട്ടുന്നത്. അപ്പോൾ നോട്ട് ഡിവിസിബിൾ ബൈ 11. നെക്സ്റ്റ് നമുക്ക് എന്താക്കാം? നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ വരുന്നത്? 13 ആണ്. 13 ഒന്ന് ട്രൈ ചെയ്യാം. 7 4 2 9 ഡിവിസിബിൾ ഡിവൈഡഡ് ബൈ 13. ഇവിടെ 5 ടൈംസ് 5 ഇൻറ്റു 13 which is 65. 74 minus 65 which is equal to 9. 2 ഇറക്കിട്ടു. 92ൽ നിയർ ടു 13ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിയർ ടു 92 ഏതാണ് വരുന്നത്? 7 ടൈംസ് 7 ഇൻറ്റു 13 91. സോ 92 മൈനസ് 91 1. 9 ഇറക്കിട്ടു. 19ൽ 13 1 ടൈംസ് 1 ഇൻറ്റു 13 13. സോ ഇവിടെ നമുക്ക് എന്തായില്ല? ഡിവിസിബിൾ അല്ല. 6 റിമൈൻഡർ വന്നു. നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 17 ആണ്. 17 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 17 ഓക്കെ. 17ൽ 4 ഇൻറ്റു 17 68. ഓക്കെ, 68 ആണ് ഇവിടെ. അപ്പോൾ 14 മൈനസ് 8 6. 62ൽ എത്ര വട്ടം പോവും? 62ൽ 17 നിയർ ടു 62 3 ടൈംസ് 3 ഇൻറ്റു 17 51. 62ന്ന് 51 പോയിട്ടുണ്ടെങ്കിൽ 11. 17നെക്കാളും ചെറുതാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള 9 ഇങ്ങോട്ട് ഇറക്കിയിടാം. 119ൽ 17 7 ടൈംസ്. സോ 7 ഇൻറ്റു 17 ഇസ് ഈക്വൽ ടു, അപ്പോൾ 7429 7429 ഏതിലാണ് നമുക്ക് പോവുള്ളൂ? 17ലാണ്. അപ്പോൾ സം ടൈംസ് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന സമയത്ത് പ്രൈം നമ്പേഴ്സിനെ കൊണ്ട് ഇതുപോലെ ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കണം. സ്റ്റക്ക് ആവുന്ന മോസ്റ്റ് നമ്പേഴ്സും നമുക്ക് ഡിവിസിബിൾ ബൈ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ പ്രൈം നമ്പേഴ്സിൽ നോക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ 17ൽ എത്ര വട്ടം പോയിട്ടുണ്ട്? 437. ഓക്കെ, 437 അല്ലേ. 437 ഈ നമ്മൾ ഏതിലാണ് പോവുക നോക്കുക. 4 + 3 7 7 + 7 14 ആണ്. അപ്പോൾ അത് പോകാൻ ചാൻസ് ഇല്ല. നമുക്ക് നെക്സ്റ്റ് പ്രൈം നമ്പർ നോക്കാം. മോസ്റ്റ്ലി ഇത് ഏതിലാണ് പോകുന്നത് വെച്ചാൽ 19ലാണ് പോകുന്നത്. 19ലാണ് പോവുക. 19 മൾട്ടിപ്ലൈഡ് ബൈ 23 ടൈംസ് ആണ് പോകുന്നത്. 23 ടൈംസ് ആണ് പോകുന്നത്. 23 എന്താണ്? പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ ആകുമ്പോൾ 23ൽ 1 ടൈംസ്. ഓക്കെ, 1 ടൈമാണ് പോകുന്നത്. 23 പ്രൈം നമ്പറാണ്. അത് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഇവിടെയൊക്കെ ചെയ്ത പോലെ 1 ടൈം. അപ്പോൾ ഇത് മൊത്തം കണ്ടോ, ഇതെല്ലാതും വരുന്നത് എന്താണ്? പ്രൈം നമ്പേഴ്സിലാണ്. 437 വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? 19ൽ നോക്കാം. അപ്പോൾ നമുക്ക് 23 വട്ടം പോകും. വേറെ ഒന്നിലും അത് പോവില്ല. 437. ഓക്കെ, അപ്പോൾ ഇവിടെ 3 നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാതും പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിൽ കൂടുതലും നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൈം നമ്പേഴ്സിൽ മാത്രം നോക്കിയാൽ മതി. അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. സോ ദ പ്രൊഡക്റ്റ് ഓഫ് 7429 വിച്ച് ഈസ് ഈക്വൽ ടു 17 × 19 × 23.